വെറും 7 ദിവസം കൊണ്ട് തന്നെ കണ്ണിനടിയിലെ എത്ര കൂടിയ കറുപ്പും ഫേസിലെ പിഗ്മെന്റേഷനും മാറ്റാൻ സഹായിക്കുന്ന 100% എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കും ക്രീമും ആണ് കേട്ടോ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എത്ര കാലപ്പഴക്കമായിട്ടുള്ള പിഗ്മെന്റേഷൻ ആണെങ്കിലും അൺഡ്രൈ സർക്കിൾ ആണെങ്കിലും നമുക്ക് ഈ ഒരു പാക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. പൂർണ്ണമായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ തന്നെ സഹായിക്കും. മാത്രമല്ല നമ്മൾ ഈ ഒരു ക്രീമിനും പാക്കിനും യൂസ് ആക്കിയ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ നാച്ചുറൽ ആയിട്ടുള്ളതും അതുപോലെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഡോക്ടേഴ്സ് വരെ നമുക്ക് പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ അൺഡ്രൈ ഡാർക്ക്നെസ് മാറ്റാൻ വേണ്ടിയിട്ടും ഇതിലെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് സജസ്റ്റ് ചെയ്യാറ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. വെൽക്കം ബാക്ക് ടു ആംസ് വ്ലോഗ്സ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ കണ്ടന്റ് വന്നിട്ട് നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും, നമ്മൾ ഒരുപാട് പേരുടെ ഇഷ്യൂ ആണ് നമ്മുടെ അൺഡ്രൈ ഡാർക്ക്നെസ് എന്നുള്ളത് അല്ലെ, ഒരു അൺഡ്രൈ സർക്കിൾ വരിക എന്നുള്ളത്. കണ്ണിന് ചുറ്റുള്ള കറുപ്പ് നമ്മൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ്. അപ്പൊ എല്ലാവരും ഒരുപോലെ ഒരു ഇഷ്യൂ ഉള്ളത് കാരണം നമുക്ക് അതിന്റെ റെമഡിയാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അതും നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ്. അൺഡ്രൈ സർക്കിൾസ് വരാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളത് നമ്മൾ ഇപ്പൊ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് ഫോൺ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഫോണിൽ നിന്നുള്ള ഒരു ലൈറ്റിംഗ് കാരണം നമുക്ക് നന്നായിട്ട് അൺഡ്രൈ ഡാർക്ക്നെസ് വരാൻ ചാൻസ് ഉണ്ട്. അത് ഫോൺ മാത്രമെന്നല്ല, നമ്മൾ കൂടുതൽ ലൈറ്റ്സിന്റെ അടിയിൽ നിന്നൊക്കെ എന്തെങ്കിലും വർക്ക് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സൺ ടാൻ നന്നായിട്ട് അടിക്കുന്നവരാണെങ്കിൽ, കൂടുതൽ സ്ട്രെസ് ഉള്ളവരാണെങ്കിൽ, കറക്റ്റ് ആയിട്ട് ഉറക്കം കിട്ടാത്തവരാണ് അല്ലെങ്കിൽ ഉറങ്ങുന്നവരല്ല എന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു അൺഡ്രൈ ഡാർക്ക്നെസ് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് കൂടെ തന്നെ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നും കൂടെ അറിഞ്ഞിട്ട് അതും കൂടെ നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതെല്ലാം ഉറക്കക്കുറവാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളും കൂടെ ഒക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഡോക്ടേഴ്സ് വരെ സജസ്റ്റ് ചെയ്യുന്ന കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഐ പാക്കും അതുപോലെ തന്നെ ഒരു ഐ ക്രീമും കൂടെയാണ് കേട്ടോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അതെന്താ നോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു പാക്ക് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു പാക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഈസിലി ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതാ പൊട്ടറ്റോ ജ്യൂസ് ആണ്. ഒരു പൊട്ടറ്റോന്റെ ജ്യൂസ് ആണ് കേട്ടോ. അത് വെള്ളം ഒട്ടും ചേർക്കാണ്ട് ഞാൻ അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്കിത് കംപ്ലീറ്റ് ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് ഒരുപാട് ദിവസം ഇത് യൂസ് ചെയ്യാനുള്ളത് ഉണ്ടായിരിക്കും. ഇതിന്ന് 1 സ്പൂൺ 2 സ്പൂൺ മാത്രം ഇതിന്റെ ജ്യൂസ് എടുത്താൽ മതി. ഇതൊന്ന് അരിച്ചിട്ട് എടുക്കുകയായിരിക്കും കേട്ടോ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു തരി ആയിട്ട് നമുക്ക് ഉണ്ടായിരിക്കും. ഇതിന്റെ ജ്യൂസ് മാത്രം ഇതുപോലെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക. അതുപോലെ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കുന്ന ടൈമിൽ അതൊന്ന് പീൽ ചെയ്തിട്ട് മാത്രം യൂസ് ആക്കാൻ ശ്രദ്ധിക്കുക. തൊലിയോട് കൂടെ ഒരിക്കലും എടുക്കരുത് കേട്ടോ. അത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. കുറെ ഡേർട്ടും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ പീൽ ചെയ്തിട്ട് മാത്രം അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. സെക്കൻഡ് നമുക്ക് വേണ്ട ഒരു ഐറ്റം വന്നിട്ട് കടലമാവാണ് കേട്ടോ. അപ്പൊ കടലമാവ് നമുക്ക് വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഒരു റണ്ണിങ് കൺസിസ്റ്റൻസി പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കൊരു പാക്ക് ആവശ്യം. ഒരുപാട് ക്രീമി ആയി പോവരുത് കേട്ടോ. മൂന്നാമത്തെ ഐറ്റം വന്നിട്ട് നമ്മുടെ ഒരു ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് കേട്ടോ. അപ്പൊ മാക്സിമം നിങ്ങൾ ഇൻസ്റ്റന്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നോർമൽ കോഫി പൗഡർ ആകുമ്പോൾ അത് കുറച്ച് തരി ആയിട്ടുള്ള ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഇതുപോലെ കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ഇനി നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വിരൽ വെച്ചിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ തിന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് റണ്ണിങ് ആയി പോവാണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫേസിൽ അത് നിൽക്കാണ്ട് ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഒരുപാട് ക്രീമി ആവാണ്ട് നിൽക്കുക കേട്ടോ. കാരണം ക്രീമി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് നമ്മുടെ കണ്ണിനടിയിലൊക്കെ ഒരു വലിച്ചിൽ വരും കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിഗ്മെന്റേഷൻ കൂടാനും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഫൈൻ ലൈൻസ് ചുളിവുകൾ വരാൻ വേണ്ടിയിട്ടൊക്കെ അത് കാരണം. അതുപോലെ കോഫി പൗഡർ നിങ്ങൾ മാക്സിമം ഇൻസ്റ്റന്റ് തന്നെ നോക്കുക കേട്ടോ. കാരണം അത് തരിയുള്ള പോലെ വരുമ്പോൾ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ അൺഡ്രൈ ഏരിയ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. അവിടെ നമ്മൾ ഒരിക്കലും സ്ക്രബിങ് കൊടുക്കാൻ പാടില്ല. അത് നമ്മുടെ പിഗ്മെന്റേഷൻ കൂട്ടാനും ഫൈൻ ലൈൻസ് വരാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഒരു അൺഡ്രൈ ഡാർക്ക്നെസ്സിനും കാര്യത്തിനൊക്കെ ഡോക്ടേഴ്സ് വരെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് കഫേന്റെ കണ്ടന്റ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഐ സിറംസ് ആയിക്കോട്ടെ, ഐ ക്രീം ആയിക്കോട്ടെ, ഐ മോയ്സ്ചറൈസേഴ്സ്, അങ്ങനെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കഫേന്റെ കണ്ടന്റ് നന്നായിട്ടുണ്ടായിരിക്കും കേട്ടോ.
ഐ പഫിനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ കഫൈൻ്റെ കണ്ടന്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പൊട്ടറ്റോ ജ്യൂസും നന്നായിട്ട് ബ്രൈറ്റ്നപ്പ് ചെയ്യാനും പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് നമുക്ക് പിഗ്മെന്റേഷൻ ഉള്ള ഈ ഒരു ചുണ്ടിൻ്റെ ഒക്കെ ഒരു ഏരിയ, അതുപോലെ കവിളത്ത് എന്തെങ്കിലും പാടുകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ കണ്ണിനായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു 20 to 50 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റി കൊടുക്കുക. അത് നനഞ്ഞൊരു തുണി വെച്ചിട്ടോ കോട്ടയം വെച്ചിട്ടോ വേണം തുടയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി 50 മിനിറ്റ്സിനേക്കാളും മുന്നേ ഇതൊന്ന് ഡ്രൈ ആയി തുടങ്ങുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പത്തേക്ക് ഇത് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ ഐ പാക്ക് ഒന്നും ഒരുപാട് ഡ്രൈ ആയിട്ട് അവിടെ നിൽക്കാൻ പാടില്ല കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ചുളിവ് വരാനും കാര്യങ്ങൾക്കൊക്കെ ചാൻസ് കൂടുതലാണ്. സോ ഒരു 15 മിനിറ്റ് ചെറിയൊരു നനവോടെ വേണം നമ്മുടെ കണ്ണിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് വന്നിട്ട് നിങ്ങൾക്ക് 1 വീക്കിൽ ഒരു 3 ടൈംസ് ഒക്കെ യൂസ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത കാര്യമാണ് ഒരു അൺഡ്രൈ ക്രീം എന്നുള്ളത്. ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് നമ്മുടെ സെയിം ആയിട്ടുള്ള പൊട്ടറ്റോ ജ്യൂസ് ആണ് കേട്ടോ. അതും നമ്മൾ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ടാണ് എടുക്കുന്നത്. അത് നമുക്കൊരു 1 ടീസ്പൂൺ മാത്രം മതിയായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതാണ് അലോവേര ജെല്ല്. നിങ്ങളൊരു പ്യൂർ അലോവേര ജെല്ല് തന്നെ എടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങളുടെ പ്ലാന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ അത് എടുത്തിട്ട് ഉണ്ടാക്കുന്നതാവും കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടുക കേട്ടോ. ഇപ്പം ഞാനിതാ നമ്മുടെ അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. ഇതൊരു സിറം അല്ലെങ്കിൽ ഒരു ലൈറ്റ് ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഒരു ക്രീമും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിനെ സിറം എന്നോ ക്രീം എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. ഇത് നമുക്ക് കണ്ണിനടിയിൽ മാത്രമല്ല നമ്മുടെ ഡാർക്ക് സ്പോട്ടുള്ള ഏരിയ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാനിതാ നന്നായിട്ടൊന്ന് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഉള്ളതാണ് കേട്ടോ. നമുക്ക് ഡെയിലി ഇത് രാത്രിയൊക്കെ പുരട്ടിയിട്ട് കിടക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് ഒരു മസാജിങ്ങും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിംഗർ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊരു 2-3 ടൈംസ് ഒന്ന് ജസ്റ്റ് ഒരു മസാജിങ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേക്ക് ഇത് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്കിത് വാഷ് ചെയ്ത് അരമണിക്കൂർ വെച്ച് വാഷ് ചെയ്യാം. അതല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് സ്റ്റാർച്ച് ഇല്ലാണ്ട് ജ്യൂസ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അത് വെച്ചിട്ട് കിടക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കും ക്രീമും വന്നിട്ട് 100% നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീക്കിലി നിങ്ങൾ 3 ടൈംസ് നിങ്ങൾ പാക്ക് യൂസ് ചെയ്യുക. ഡെയിലി നിങ്ങൾ ഈ ഒരു സിറം കൂടെ യൂസ് ആക്കുക. അങ്ങനെ ഒരു 1 മന്തെങ്കിലും ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു 2 റെമഡിയാണ് കേട്ടോ നമ്മൾ അൺഡ്രൈ ഡാർക്ക്നെസ്സിനും അതുപോലെ നമ്മുടെ ഫേസിലുള്ള പിഗ്മെന്റേഷനൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് വീക്കിലി നിങ്ങൾക്ക് എല്ലാ ദിവസവും നമ്മുടെ ക്രീം നിങ്ങൾക്ക് യൂസ് ചെയ്ത് പോകുന്നതാണ്. പാക്ക് വന്നിട്ട് നിങ്ങൾക്ക് 3 ടൈംസോ 2 ടൈംസോ വീക്കിലി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നേരിടുന്ന നിങ്ങൾ ഫ്രണ്ട്സിനോ കസിൻസിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കൂടെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.